Hello friends, welcome to Nature 360. Suntan pigmentation, hyperpigmentation, pimples തുടങ്ങിയ സ്കിൻ പ്രോബ്ലംസ് മാറ്റാനായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീം നമ്മളെങ്ങനെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയൊരു പാത്രങ്ങളാണ്. ആദ്യം നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ ഓയിൽസാണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റീലിൻ്റെ കപ്പ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ ഒരു കപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യണത് കേസർ എസെൻഷ്യൽ ഓയിലാണ്. ബദാമിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അതെടുക്കുന്നത് ഒരു 5 ml ഞാൻ എടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. നെക്സ്റ്റ് എടുക്കുന്നത് ഷിയ ബട്ടറാണ്. അത് ഓൾമോസ്റ്റ് 1 gram അല്ലെങ്കിൽ അതിന് കുറച്ച് താഴെയാണെങ്കിലും കുഴപ്പമില്ല. ഒരു പേരിന് കുറച്ച് ഷിയ ബട്ടർ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ക്രീം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 0.8 gram ഞാൻ ഷിയ ബട്ടർ എടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ്. അത് 10 grams ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ വെയിറ്റ് എടുക്കുമ്പോൾ ml എടുക്കരുത്, മില്ലി കണക്കിൽ എടുക്കരുത്. ഏതൊരു ക്രീമാണെങ്കിലും സോപ്പാണെങ്കിലും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാംസിൽ വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ 10 grams എസെൻഷ്യൽ ഓയിൽ, ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇത് ക്രീം ആകാനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 3 എമൾസിഫൈങ് ഏജൻസാണ് ഞാൻ ആഡ് ചെയ്യണത്. അതിന് ഫസ്റ്റ് എടുക്കുന്നത് വാക്സ് എന്ന് പറയും, എമൾസിഫൈങ് വാക്സ് എന്ന് പറയും. ഇത് ഒരു 5 grams ഞാൻ എടുക്കുന്നുണ്ട്. 1-2 gram കൂടിയെന്ന് ഓർത്ത് കുഴപ്പമില്ല. 5 grams വാക്സ് ആഡ് ചെയ്യണുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് സീറ്റൈൽ ആൽക്കഹോൾ. ഇത് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടാനും അതിനൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാനുമായിട്ടാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണത്. ഇത് 2 grams സീറ്റൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒന്നും തന്നെ കെമിക്കലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല, എല്ലാം നാച്ചുറലി ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് ഡൗട്ടുള്ളവർ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സീറ്റൈൽ ആൽക്കഹോൾ നമ്മൾ 2 grams എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് സ്റ്റെറിക് ആസിഡ്. ഇതൊരു 5 grams സ്റ്റെറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഫോർമുലേഷനും ഇതും തമ്മിൽ വേറെ വ്യത്യാസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മെത്തേഡിൽ ഇത് പ്രിപ്പയർ ചെയ്യണ പ്രോസസ്സ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്. ഒരു ചെയ്യുമ്പോൾ വേറെ മെഷീൻസ് എല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബേസിക്കായിട്ട് ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ സിമ്പിളായിട്ട് കാണിക്കുന്നതാണ്. നമ്മളൊരു ക്രീം, ഒരു പോൺസിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ഫെയർ ആൻഡ് ലവ്ലി എടുത്താലും കോമൺ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ പറഞ്ഞ് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഉണ്ടാവാനേ വഴിയുള്ളൂ. നെക്സ്റ്റ് ഞാൻ അടുത്തൊരു എടുക്കാൻ പോണത് റോസ് ഹൈഡ്രോസോളാണ്. റോസ് ഹൈഡ്രോസോൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വെള്ളം യൂസ് ചെയ്താലും മതി. DM വാട്ടർ വേണം യൂസ് ചെയ്യാൻ. നമ്മൾ സാധാ പൈപ്പിലെ വെള്ളം യൂസ് ചെയ്യരുത്. റോസ് ഹൈഡ്രോസോൾ 75 grams ആഡ് ചെയ്യണത്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് വെജിറ്റബിൾ ഗ്ലിസറിൻ. ഒരു 10 grams ഓൾമോസ്റ്റ്. ഇതൊന്നും തന്നെ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ചേർക്കണ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്. പ്ലാന്റ്സിൻ്റെ ഓയിൽസ്, അതുപോലെ അതിൻ്റെ ഫാറ്റ്സിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് ആഡ് ചെയ്യണത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. നമ്മളിത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യണത്. ഈ ഒരു ക്രീം സൺ പ്രൊട്ടക്ഷൻ ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ 1.4 grams ആഡ് ചെയ്യണത്. ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യണത് കൊണ്ട് SPF 45 ആണ് നമുക്ക് ഇതിൻ്റെ സൺ പ്രൊട്ടക്ഷൻ പവർ കിട്ടുന്നത്. ഇത് രണ്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ട് ഡയറക്റ്റ് ചൂട് കിട്ടാത്ത രീതിയിൽ വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഇതുപോലെ ഹീറ്റ് ചെയ്യുക.
ഹീറ്റ് ചെയ്ത് രണ്ടും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണമെന്നില്ല. ഒന്ന് മിക്സ് ചെയ്ത് ഹീറ്റായി അപ്പുറത്തുള്ള ഈ വാക്സും കാര്യങ്ങളെല്ലാം മെൽറ്റ് ആവുന്നത് വരെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സായി നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് എല്ലാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കൈ പൊള്ളിക്കാതെ ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഈ ഓയിൽ ഫേസിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഒഴിക്കണം, ചൂടോടെ കൂടി തന്നെ ഒഴിക്കണം. എന്നിട്ടൊരു സ്റ്റിക്ക് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് ഞാനിപ്പോൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെറിയ പാത്രത്തിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മിക്സ് ചെയ്ത് അത് ചൂടാറി കഴിയുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് ഒറിജിനൽ നമ്മൾ കമേഴ്ഷ്യലായിട്ട് മേടിക്കുന്ന ക്രീം പോലെ തന്നെ ഇരിക്കും, അതേ കൺസിസ്റ്റൻസിയിൽ നിൽക്കും. അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ ആഡ് ചെയ്യണതെല്ലാം ഒറിജിനൽ എസെൻഷ്യൽ ഓയിൽസും അതുപോലത്തെ ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ആഡ് ചെയ്യണത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യാം. ഇപ്പോൾ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആക്നേസ് പിമ്പിൾസ് ഇല്ലാത്ത രീതിയിലുള്ള ക്രീം വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രീം പ്രിപ്പയർ ചെയ്യണ മെത്തേഡ്. ഇനി ഇതിലേക്ക് നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ, ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യണത് ഫിനോക്സിയെഥനോൾ എന്നുള്ള പ്രിസർവേറ്റീവാണ് ആഡ് ചെയ്യണത്. ഇതൊരു 2 grams മാക്സിമം മതി, അതിൽ കൂടുതൽ വേണ്ട. ഇതൊരു 2 years വരെ ഷെൽഫ് ലൈഫ് കിട്ടും നമ്മൾ ഈ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണതുകൊണ്ട്. ഇതെല്ലാം നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. നെക്സ്റ്റ് എടുക്കുന്നത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. അതൊരു 2.5 gram. അത് ഞാൻ ഫിൽറ്ററിൽ വെച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീമി കൺസിസ്റ്റൻസി മാറാനുള്ള സാധ്യതയുണ്ട്. റോസ്മേരി എസെൻഷ്യൽ ഓയിൽ 2.5 grams ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്യണത് കോജിക് ആസിഡാണ്. കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റാണ്. ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, കെമിക്കലല്ല. ഇത് നമ്മൾ ഈ ക്രീം ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം ആഡ് ചെയ്യാൻ. ഇതൊരു 1/2 സ്പൂൺ, ഒരു 1 gram താഴെ നമ്മൾ ആഡ് ചെയ്താൽ മതി. വെയ്റ്റ്ലെസ് ആണ്, അതാണ് ഞാൻ ഇത്ര ഇതിനകത്ത് കാണുന്നത്. അത് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചൂടാറുന്നതിന് മുമ്പായിട്ട് വേണം കോജിക് ആസിഡ് ആഡ് ചെയ്യാൻ. ഇത് നമുക്ക് ഡേ ക്രീമായിട്ട് വേണം യൂസ് ചെയ്യാൻ, കാരണം ഇത് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പുറത്ത് പോകുമ്പോൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യും. ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു 2 years വരെ ഷെൽഫ് ലൈഫ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേച്ചുറൽ 360 ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.